മാന്യ ശ്രോതാക്കൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച വചനധ്യാന പരമ്പരയുടെ 7ാമത്തെയും അവസാനത്തേതുമായ സന്ദേശത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ മറ്റെല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ബൈബിൾ ആദിയോടന്തം അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു. ദൈവത്തിന് തൻ്റെ തനതായ സ്വഭാവം ത്യജിക്കുവാൻ കഴിയാത്തതിനാൽ വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം വ്യത്യസ്ത ഉടമ്പടികളിലൂടെ മനുഷ്യനെ അനുഗ്രഹിക്കുവാനുള്ള ആഹ്വാനങ്ങളും ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. നിർഭാഗ്യവശാൽ ഈ യാഥാർത്ഥ്യം അവിശ്വാസികളും വിശ്വാസികളിൽ തന്നെ വലിയൊരു വിഭാഗവും അർഹിക്കുന്ന ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടെ മനസ്സിലാക്കിയിട്ടില്ല. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യത്തിൽ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നതായി കാണുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് നൽകി. എന്നാൽ അനേകർ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. 109-ാം സങ്കീർത്തനം 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അതവനെ വിട്ട് അകന്നുപോയി. ദൈവഭക്തർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം എന്ന ബോധ്യമുള്ളവരായിരുന്നു യാക്കോബും ഇയ്യോബും ദാവീദും ദാനിയേലും അബ്രഹാമുമെല്ലാം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൽ കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഇല്ല എന്നർത്ഥമില്ല. ദൈവരാജ്യം നിമിത്തം ജീവിത സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച മോശയും പൗലൂസും അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. ലോകത്തിൽ ദൈവം നൽകുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിച്ചു ജീവിക്കുന്ന ഭക്തൻ്റെ ജീവിത ദർശനം അബ്രഹാമിൻ്റെ ജീവിതത്തെ വെളിപ്പെടുത്തുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ കാണാം. ഇപ്രകാരം വചനം പറയുന്നു: അബ്രാം വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പുതിയ നിയമത്തിൽ അരിമത്യയിലെ യോസഫും ഫിലിപ്പയിലെ ലുദിയായും എല്ലാം അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. ധനവാന് സ്വർഗരാജ്യ പ്രവേശനം അസാധ്യമല്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. ദ്രവ്യാഗ്രഹത്തോടെ ആഡംബരങ്ങളോടും കൂടെ സുഖഭോഗങ്ങളിലും മുഴുകി നിത്യതയെക്കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുവാൻ പാടില്ല. എന്നാൽ ആധുനിക ലോകത്ത് ഒരു സാധാരണ ജീവിതം നയിക്കുവാൻ ആവശ്യമായത് ഒരു ഭക്തൻ്റെ ജീവിതത്തിലും അനിവാര്യമാണ് എന്ന് ദൈവം അറിയുന്നു. ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും എന്നാണ്. വിശുദ്ധ യോഹന്നാൻ പ്രിയ ഗായോസിന് എഴുതുമ്പോൾ: പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് കാണുന്നു. ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവഹിതം അതല്ലായിരുന്നു എങ്കിൽ ഭക്തൻ അപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നില്ല. മനുഷ്യൻ നന്മ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ പിശാച് ആഗ്രഹിക്കുന്നത് തിന്മയാണ്. ഇയ്യോബിൻ്റെ ജീവിതം ആ സത്യം വെളിപ്പെടുത്തുന്നു. മനുഷ്യനെ അനുഗ്രഹിക്കുവാനുള്ള ആത്യന്തികമായ അധികാരം ദൈവത്തിൽ നിക്ഷിപ്തമാണ്. എന്നാൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുള്ള അധികാരം ദൈവം പങ്കുവയ്ക്കുന്നത് മാതാപിതാക്കൾ, അധ്യാപകർ, മുതിർന്നവർ, ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ എന്നിവർക്കാണ്. ദൈവാനുഗ്രഹത്തിനുള്ള വ്യവസ്ഥ ദൈവവചനം കേട്ടനുസരിക്കണം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ വചനം പറയുന്നു: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അർത്ഥാൽ വചനം പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 1-2-3 വാക്യങ്ങൾ പറയുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ.
മലയാള പരിഭാഷയിലെ ഭാഗ്യവാൻ എന്നത് അനുഗ്രഹീതൻ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കനാൻ കൈവശപ്പെടുത്തുവാൻ ഇസ്രായേൽ ജനത്തെ നയിച്ച യോശുവയോട് യഹോവയായ ദൈവം കൽപ്പിച്ചു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനെന്നും യേശു പറഞ്ഞു. അനുഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സവിശേഷതകളാണ് വർധന, അധികാരം, അനുഗ്രഹ പകർച്ച എന്നിവ. അനുഗ്രഹം പാഴും ശൂന്യവുമായ അവസ്ഥകളെ മാറ്റി സമൃദ്ധി നൽകുന്നു. അനുഗ്രഹം തിന്മകളുടെ ശക്തികൾക്ക് മേൽ ജയത്തിൻ്റെ അധികാരം നൽകുന്നു. മൂന്നാമതായി, അനുഗ്രഹീതൻ ചെല്ലുന്നിടത്തൊക്കെയും അനുഗ്രഹം വ്യാപരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അനുഗ്രഹീതന് ശാപത്തെ നീക്കുവാനുള്ള അധികാരമുണ്ട്. പഴയ നിയമത്തിൽ ലേവ്യ പുരോഹിതന്മാർക്കും പുതിയ നിയമത്തിൽ ശിഷ്യന്മാർക്കും ഈ അധികാരം ദൈവം നൽകിയിരിക്കുന്നു. സുവിശേഷത്തിലൂടെ ശാപം മാറുകയും അനുഗ്രഹം പകരപ്പെടുകയും ചെയ്യുന്നു. ആ സൗഭാഗ്യ പദവിയിലേക്ക് കർത്താവ് താങ്കളെ ഉയർത്തട്ടെ. ഓർക്കുക, ഇസ്രായേലിനെ ശപിക്കരുത്, ഭക്തന്മാരെ ബഹുമാനിക്കുക. ഐശ്വര്യസമ്പൂർണമായ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ